നമസ്കാരം. ഗസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേലിന്റെ അംഗീകാരം നൽകിയതോടെ തന്നെ ഗസ സന്തോഷത്തിൽ ആർമാദിക്കുകയാണ്. സുരക്ഷാ മന്ത്രിസഭയ്ക്ക് പിന്നാലെ സമ്പൂർണ്ണ മന്ത്രിസഭയും കരാർ അംഗീകരിച്ചിട്ടുണ്ട്. നാളെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ഇന്നലെ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുകയും ഹമാസ് മോചിപ്പിക്കുകയും ആദ്യഘട്ട ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. 33 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. കരാർ പ്രകാരം ഇവരെ ഞായറാഴ്ച മുതൽ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കരാറിനെതിരെ ഇസ്രായേൽ ഹൈക്കോടതിയിൽ ഹർജികൾ നിലവിലുണ്ട്. ഫലസ്തീൻ തന്നെ തടവുകാരെ വിട്ടയക്കുന്ന വിഷയത്തിലാണ് തർക്കമുള്ളത്. എന്നാൽ കോടതി വിഷയത്തിൽ ഇടപെടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമാർ ബെൻഗിവിർ കരാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കരാർ അംഗീകരിച്ചാൽ തന്റെ ഒറ്റ്സ്മ യഹൂദിത് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നെതന്യാഹു സർക്കാരിനെ അട്ടിമറിക്കില്ലെന്നും യുദ്ധം പുനരാരംഭിച്ചാൽ വീണ്ടും കൂടെ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിവിർ കരാറിലാണ് കീഴടങ്ങിയതെന്നും ഗസയിൽ ആഘോഷങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നും പറയുന്നു. ഇപ്പോൾ നമ്മെ അലപടത്തിൽ തന്നെ അപകടത്തിലേക്കാക്കാനുള്ളതാണ് നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം മന്ത്രിസഭയെ കരാറിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബെൻഗിവിറിന്റെ അവസാന വേട്ടത്തിന്റെ നീക്കങ്ങളും പരാജയപ്പെട്ടു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് അല്പം മുൻപ് തന്നെ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണെന്ന് പറയാം. ജൂയിഷ് പവർ പാർട്ടി എന്ന പേരിലും അറിയപ്പെടുന്ന തീവ്ര ജൂത കക്ഷിയായ ഒറ്റ്സ്മ യഹൂദിത് പാർട്ടി നേതാവാണ് ഇറ്റാമർ ബെൻഗിവിർ. ഒരു വീണ്ടും വിചാരമില്ലാതെ കരാറിന് അംഗീകാരം നൽകിയാൽ പാർട്ടിയെ സർക്കാർ വിടുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഇന്ന് സുരക്ഷാ ക്യാബിനറ്റ് ചേരുന്നതിന് തൊട്ടു മുൻപ് സർക്കാരിലെ സഖ്യകക്ഷി നേതാക്കളെ കണ്ട് സമ്മർദ്ദം ചെലുത്തി നോക്കിയേ എങ്കിലും ഫലം കണ്ടില്ല എന്ന് പറയാം. ബന്ദികൾക്ക് പകരം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്ന കരാറിലെ ഉപാധികൾ കൂടുതൽ ഭീതിപ്പെടുത്തുന്നതാണെന്നും ഇവർ വീണ്ടും നമ്മെ അപകടത്തിലാക്കുകയും കൊല ചെയ്യുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം ഇന്ന് നേതാക്കന്മാരോട് ചൂണ്ടിക്കാട്ടിയത്. ഹമാസ് അനുകൂലി ഐമൻ ഓദയുടെ ഹർഷാരവങ്ങളും ഗസയിൽ ആഹ്ലാദ നൃത്തങ്ങളും ജൂദിയ സമരിയ തുടങ്ങിയ ഫലസ്തീൻ ഗ്രാമങ്ങളിലെ ആഘോഷങ്ങളും കണ്ടാൽ ആരാണ് കരാറിൽ കീഴടങ്ങിയതെന്ന് വ്യക്തമാകുമെന്നും അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും വിചാരമില്ലാത്ത കരാറിന് അംഗീകാരം നൽകിയ ഒറ്റ്സ്മ യഹൂദിത് പാർട്ടി സർക്കാരിന്റെ ഭാഗമുണ്ടാകില്ല എന്നും പറയുന്നു. സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നും ഇങ്ങനെയായിരുന്നു ഇന്നലെ ബെൻഗിവിർ നെതന്യാഹുവിന് നൽകിയ മുന്നറിയിപ്പെന്നും പറയുന്നു. നിലവിലെ കരാർ മറ്റൊരു ഒക്ടോബർ 7 കൂട്ടക്കൊല നടത്താൻ ഹമാസിന് പ്രചോദനമാക്കുക മാത്രമാണ് ചെയ്യുകയെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രധാനമന്ത്രി സ്വബോധം കാണിക്കണമെന്നും അപേക്ഷിക്കുകയും ചെയ്തു. അതേസമയം സുരക്ഷാ ക്യാബിനറ്റ് കരാറിന് അംഗീകാരം നൽകിയാൽ സർക്കാരിനെ അട്ടിമറിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം തന്നെ കൂട്ടുചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം നടത്തില്ല. എന്നാൽ ഹമാസിന് ലഭിക്കുന്ന വലിയ സമ്മാനമായി മാറാൻ പോകുന്ന കരാറിന് അംഗീകാരം നൽകുന്ന ഒരു സർക്കാരിനൊപ്പം തങ്ങൾക്ക് നിൽക്കാനാകില്ലെന്നും ബെൻഗിവിർ തന്നെ വെളിപ്പെടുത്തി.